ഹായ് ചങ്കാളെ, ഇങ്ങോട്ട് നോക്കി നിങ്ങള് വലിയൊരു പൂക്കളം. ഇങ്ങോട്ട് പോരെ, ഇങ്ങക്ക് ഞാൻ വിശദീകരിച്ച് കാണിച്ചു തരാം. ഇത് വെറും ഒരു പൂക്കളം എന്ന് പറഞ്ഞൂടട്ടോ. ഇതിൽ ഒരൊറ്റ പൂവില്ലാന്ന് മാത്രല്ല, ഇത്രയും ഭംഗിയിൽ ഇത് ഉണ്ടാക്കിക്കണമെങ്കിലേ ഇത് നമുക്ക് പഠിക്കേണ്ടത് തന്നെയാണ്. കണ്ടില്ല നിങ്ങളത് കഥകളിന്റെ രൂപം കളർഫുൾ ആയിട്ട് ഉണ്ട് അല്ലേ? എന്നാലേ ഈ പൂക്കളിട്ടതേ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് മാത്രാട്ടോ. ഇത് മലപ്പുറം കോട്ടക്കുന്നുമ്മ സ്റ്റെപ്പ് കേറുന്നോട് തന്നെയാണ് കാണട്ടോ. ഇതിന് മഴ വെയിലോ കാറ്റോ ഒരു പ്രശ്നമില്ല. ഇതിവിടെ ഒട്ടിച്ചു വെച്ചതാണ്, മനസ്സിലായില്ലേ? കേരള സംസ്കാരം വിളിച്ചോന്ന ഈ കലാരൂപത്തിൽ ഈ നീല വെള്ളവും അതിൽ വള്ളം കളിയും കൂടെ ശ്രദ്ധിച്ചോ. അതും ഒത്തോടത്ത് കൊത്തുള്ള കളറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഓണത്തിന് ഇത്രയും വലിയ വൈവിധ്യമാർന്ന ഈ കഥകളി രൂപത്തിലുള്ള ഈ പൂക്കളം, പഴയ ചെടിച്ചട്ടികളും ആവശ്യമില്ലാത്ത കുറെ വസ്തുക്കൾക്ക് കളർ കൊടുത്തിട്ടും കണ്ടില്ലേ? പല വലിപ്പത്തിലും രൂപത്തിലുമുള്ള കുപ്പികൾക്ക് കളർ കൊടുത്തും, നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങുന്ന കീസിലെ ഉറ, ആ ഉറകൾക്ക് കളർ കൊടുത്തിട്ടും, ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടിയൊരു പാത്രം അതിന്റെ മൂടില്ലേ സ്റ്റീൽ കളറല്ലേ, അതിന്റെ ആ മൂടി വെച്ചിട്ടും, ഉള്ളിച്ചാക്കില്ലേ ഉള്ളിച്ചാക്ക് അത് വെച്ചിട്ടും, അങ്ങനെ ഒരുപാട് കളർഫുൾ സാധനങ്ങൾ, നമുക്ക് ഉപയോഗമില്ലാത്ത സാധനങ്ങളാട്ടോ അതൊക്കെ വെച്ചിട്ടാണ് ഓല് ഈ നിങ്ങൾ കണ്ടില്ലേ ഉപയോഗമില്ലാത്ത സീഡികള്. ഇതൊക്കെ ഓരോന്നും വെക്കേണ്ട സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ കോട്ടക്കുന്ന് പോലുള്ള സ്ഥലത്തെ ഇത് നല്ലോണം എഫേർട്ട് എടുത്ത് ചെയ്ത് തന്നെയാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം. കുട്ടികളാണെങ്കിലും മുതിർന്നവരായാലും ഇത് വെറുതെ കണ്ടിട്ട് പോവാതെ നമുക്കിത് മനസ്സിലാക്കി പോകണം കേട്ടോ നല്ലത്. ഇത് ഞാൻ ഇങ്ങനെ നോക്കിക്കണ്ട് പോയപ്പോഴാണ് ഇതിൽ ഞാൻ ഒരു വാച്ചിന്റെ കണ്ടുപെട്ടത്. കണ്ടില്ലേ, വേസ്റ്റ് വാച്ചാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര അത്ഭുതകരമായ ഓരോന്ന് കാണാം. ഏതായാലും നിങ്ങൾ ഇന്റെ ഒപ്പം പോരി കോട്ടക്കുന്നിന്റെ അങ്ങേ തൽക്കക്ക്. കോട്ടക്കുന്ന് വന്നാൽ ഞാൻ ഇവിടെ നിന്ന് സന്ദർശിക്കുന്നത് എന്തായാലും പതിവാട്ടോ. ഇത് നമ്മളെ കബീർക്കാന്റെ മസാജ് മെഷീൻ ആട്ടോ. ഇതിന്റെ പ്രത്യേകതകൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. കോട്ടക്കുന്ന് സന്ദർശിക്കുന്നവരെ ഒന്ന് ഇങ്ങോട്ടും വന്നോളിട്ടോ. നമ്മൾ ഇതിലാണ് ഇരുന്നാലുണ്ടല്ല, നമ്മളെ കയ്യും കാലൊക്കെ ഇതിലാണ് പൊടിച്ചാണ് കെട്ടിടും. കെട്ടിടല്ലോ കുടുക്കിടുകന്ന് കണ്ടില്ലേ? എന്താ അടിപൊളിയായിട്ട് നമ്മളെ കാലിനൊക്കെ ഇങ്ങനെ മസാജ് ഇങ്ങനെ കൊടുക്കണ് കാണുമ്പോ കാലിന് മാത്രല്ല നമ്മളെ കയ്യും ഊരിയും നമ്മളെ മൊത്തത്തിൽ ഒന്ന് വിറപ്പിച്ചോണ്ട് വിടും. വാവ്, അടിപൊളി. ചെയ്തോളിട്ടാ. അത് നമ്മളെ കോട്ടക്കുന്നുമ്മലാണേ, വന്നോളിട്ടാ. ഇത് അടിപൊളിയാണ്. നല്ല അടിപൊളി. കാത്തുകൂടെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ഉണ്ട സാധനം കേട്ടോ. ഇതൊരു വലിയ സംഭവം അല്ലേ? സൈഡ് കൂടെ നല്ല ആശ്വാസം ഉണ്ടാവും നമുക്ക്. നമ്മളെ പുറത്തു കൂടെ ഇങ്ങനെ ഉണ്ടകൾ ഇങ്ങനെ കേറി അങ്ങോട്ടല്ല. അല്ല അടി. പൊളി പൊളി പൊളി. ഇതാ ഞാൻ ഇവിടെ ഇരിക്കണീന്റെ തൊട്ടപ്പുറത്തെ കുട്ടികൾക്കുള്ള ഗെയിമുകളും കാര്യങ്ങളൊക്കെ കുറെ ഉണ്ട് കേട്ടോ. അതിനപ്പുറത്തും ഉണ്ട്. ഞാൻ അപ്പൊ അത് കാണിച്ചു എന്ന് മാത്രം. ഇവിടെ വന്നാലും മുതലാവുന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. ഇന്നാ ഇവിടെ വലിയൊരു ചാർജും ഇല്ല. ഇവിടെ ഇങ്ങനെ കുറെ ഗെയിമുകൾ വേറെ ഉണ്ട് കേട്ടോ. ഏതായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സാധനങ്ങളും കൊണ്ട് വേറെ കാണിച്ചു തരാം കേട്ടോ. വാ, അടിപൊളിട്ടോ. നമ്മളെ പുറത്തു കൂടെ ഇങ്ങനെ ഉണ്ട മണികൾ ഇങ്ങനെ വരും. പിന്നെ തലമ്മ കൂടി കൗത്തക്കൂടി പെരടിമ്മ കൂടി എന്താ ഞാൻ പറയാൻ, എന്താ അല്ലെങ്ങനെ എങ്ങനെ 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 ആവും. ഭയങ്കര അടിപൊളി. നമ്മളെ കൈവേദനയും കാലുവേദനയും എല്ലാം മാറും കേട്ടോ. സെറ്റ്, അടിപൊളി. ഓക്കെ, അപ്പം നമ്മളെ മലപ്പുറത്ത് കോട്ടക്കുന്നുമ്മലാട്ടത്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഞാനൊരു ചായ കുടിച്ചപ്പോൾ ഇങ്ങനെ ഇരുന്നു. ഇനി എന്തായാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് കറങ്ങട്ടെ. എന്നിട്ട് നേരെ വീട്ടിൽ പോകും വേണം. ഞാൻ പരമാവധി ആളില്ലാത്ത സമയ സ്ഥലമൊക്കെ നോക്കിയിട്ടാണല്ലോ ഷൂട്ട് ചെയ്യണത്. അപ്പോഴാണ് ഒരു ടീം എന്നെ വിളിച്ചത്, നിങ്ങളെ വീഡിയോകളൊക്കെ കാണലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു സന്തോഷം. അങ്ങനെ ഒരുപാട് ആൾക്കാർ തന്നെ ഇങ്ങനെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ അപ്പൊ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. അതപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നുണ്ടാവില്ലല്ലോ. ഈ ഫാമിലി എന്റെ എല്ലാ വീഡിയോകളും റീലുകളൊക്കെ കാണലുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടോ. ഏതായാലും ഇരുട്ടായി ഞാൻ നാട്ടിൽ പോവാണ്. എന്നെ തിരിച്ചറിഞ്ഞ എന്റെ വീഡിയോ കണ്ട ആൾക്കാർ ഞാൻ മുഴുവൻ എന്തെയ്യുന്ന ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. എല്ലാവർക്കും എന്റെ നന്ദി ഉണ്ട് കേട്ടോ. ഇപ്പൊ അവിടെ നമ്മള് കോട്ടക്കുന്ന് സ്റ്റെപ്പ് കയറൂലേ, സ്റ്റെപ്പ് കയറുമ്പോ നമുക്ക്
എവിടെ ഇപ്പൊ പറയാ ഇവിടെ ഒരു ബാത്റൂം ഒക്കെ ഉണ്ടാവും. ബാത്റൂമിന്റെ ഒക്കെ അടുത്ത് സെന്ററിലായിട്ട് സ്റ്റെപ്പിന്റെ സെന്ററിലായിട്ടുണ്ട് ചെറിയൊരു കട. ഞാൻ ഒരു വള വാങ്ങാൻ വന്നതാണ്. എങ്ങനെ ഉണ്ട്, രസല്ലേ? അപ്പൊ ഇതിലൊക്കെ വരുമ്പോ വന്നോണ്ടി. ഇദ്ദേഹം എന്റെ ഫോളോവറാണ് കേട്ടോ. ഇദ്ദേഹത്തിന് വീട്ടിലേക്ക് കാണിച്ചു കൊടുക്കാനൊക്കെയാണ് മൂപ്പരെ ഫോണിൽ ഫോട്ടോ ഒക്കെ എടുത്തിച്ച്. ഇങ്ങോട്ട് വരുമ്പോഴേ നിങ്ങൾ ഈ കടയിലേക്കൊക്കെ ഒന്ന് സന്ദർശിച്ചോണ്ടി, നല്ലതല്ലേ? കോട്ടക്കുന്ന് 26-ാം തീയതി സിനിമ നടൻ ഹരീഷ് കണാരൻ വരുന്നുണ്ട് കേട്ടോ. 5 ദിവസം നല്ല സൂപ്പർ പ്രോഗ്രാം ഉണ്ട്. 5-ാം ദിവസം അഫ്സലിന്റെ ഗാനമേളി. അപ്പൊ എല്ലാവർക്കും എന്റെ ഓണാശംസകൾ.